എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 27. ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കുന്നത് എങ്ങനെ മനസ്സിലാക്കി ജീവിക്കാം. അതാണ് ഭഗവാൻ കപില വാസുദേവൻ അമ്മയായ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ കഴിഞ്ഞ ദിവസം ദേവഹൂതി മകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രകൃതിയെയും പുരുഷനെയും കുറിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ പ്രകൃതിയെ എങ്ങനെ മനസ്സിലാക്കാം, അവിടെ തെറ്റിദ്ധരിച്ചു പോകുന്നത് പുരുഷനാണ്, ആത്മാവാണ് തെറ്റിദ്ധരിച്ചു പോകുന്നത്, ഞാനാണ് ചലിക്കുന്നത്, പ്രകൃതി ചലിക്കുമ്പോൾ ഞാനാണ് ചലിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു പോകുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അമ്മയ്ക്കൊരു സംശയം, ദേവഹൂതിക്കൊരു സംശയം, എങ്ങനെയാണ് ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് പുരുഷന് പുറത്തു കടക്കാൻ പറ്റുക? ഞാൻ പ്രകൃതിയാണ് ഇവിടെ ചലിക്കുന്നത്, ഞാൻ ചലിക്കുന്നില്ല, ഞാൻ പുരുഷനാണ്, അത് പ്രകൃതിയാണ് എന്ന് ആ പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്നും മായയുടെ സ്വാധീനത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു പുരുഷന് ജീവാത്മാവിന് മുക്തി കിട്ടുക? കാരണം ഇവ രണ്ടും എപ്പോഴും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും ഏറ്റവും വലിയ വിരാട് സ്വരൂപൻ മുതൽ ഒരു ചെറിയ ആറ്റം വരെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉള്ളിൽ പുരുഷനുമുണ്ട്, പ്രകൃതിയുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി. ഇതിന് വേറിട്ടൊരു നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുരുഷൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞാൻ വേറെ പ്രകൃതി വേറെ, പ്രകൃതിയാണ് ചലിക്കുന്നത് ഞാൻ ചലിക്കുന്നില്ല എന്ന് എങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു? അതെങ്ങനെയാണ് ഒരു ആത്മാവിനെ പുരുഷന് തിരിച്ചറിയാൻ സാധിക്കുക? എങ്ങനെയാണ് പ്രകൃതിയിൽ നിന്നൊരു മുക്തി പുരുഷന് സാധ്യമാവുക? ഇതായിരുന്നു ചോദിച്ച ചോദ്യം. അപ്പം അതിന് അദ്ദേഹം പറയുന്ന മറുപടി ശ്രദ്ധിച്ച് കേൾക്കാം. ശ്രീ ഭഗവാൻ ഉവാച. 21-ാമത്തെ ശ്ലോകം. അനിമിത്ത നിമിത്തേന സ്വധർമ്മേണ അമലാത്മന തീവ്രായ മയി ഭക്തിയാച്ച ശ്രുത സംഭൃതയാ ചിരം. 21, 22, 23 3 ശ്ലോകങ്ങൾ ഒരുമിക്കുമ്പോഴാണ് അർത്ഥം പൂർത്തിയാവുക. 22. ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേന ബലീയസ തപഃയുക്തേന തപോയുക്തേന യോഗേന തീവ്രേണ ആത്മസമാധിന. 23. പ്രകൃതി പുരുഷസ്യ ഇഹ ദഹ്യമാനാതു അഹർനിശം തിരോഭവിത്രി ശനൈഗഹി അഗ്നേഹി യോനിഹി ഇവ അരണിഹി. അഗ്നേർ യോനിഹി ഇവ അരണിഹി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശ്രീ ഭഗവാൻ വാച അനിമിത്ത നിമിത്തേന, എങ്ങനെയാണ് പുരുഷൻ പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്നും മുക്തമാവുക എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ചോദ്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ പുരുഷൻ ആരാണെന്നറിയാലോ? ജീവാത്മാവ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ 2 ഭാവമുണ്ട്. ഒന്ന് മായയുടെ സത്വരജതമോ ഗുണങ്ങളുടെ വ്യതിയാനത്താൽ ഉണ്ടാകുന്ന സ്ഥൂലമായ ഈ പ്രപഞ്ചം, സർവചരാചരങ്ങളും അതിൽപ്പെടും. അതാണ് മായയിൽ നിന്നുണ്ടാകുന്നത്. ഇനി പ്രകൃതിയുടെ അദ്വൈതഭാവം എന്ന് പറയുന്നത് എന്താ? ഊർജം, ശക്തി. ഈ ഉണ്ടായ ചരാചരങ്ങൾക്കൊക്കെ ചലിക്കാനുള്ള ശക്തിയും പ്രകൃതിയാണ് നൽകുന്നത്. ശക്തി സ്വരൂപിണിയായ അമ്മയുമുണ്ട്, മായാസ്വരൂപിണിയായ അമ്മയുമുണ്ട് അല്ലേ? അപ്പോൾ ഈ 2 പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്നും ഈ പുരുഷനാകുന്ന ജീവാത്മാവിന് എങ്ങനെയാണ് മുക്തി കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മളെപ്പോഴും ഞാൻ ചെയ്യുന്നു, ഞാൻ പഠിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ സമ്പാദിച്ചു, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, നമ്മുടെ ഓർമ്മ ബുദ്ധി ഉറച്ച കാലം തൊട്ട് നമ്മൾ ഞാൻ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഈ ഞാൻ ആരാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഞാൻ എന്ന് നമ്മൾ പറയുന്നത് ഈ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും നോക്കിയിട്ടാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതാണോ ഞാൻ? അതല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? അപ്പോൾ ഇതെന്താണ്? ഈ ശരീരവും മനസ്സും ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അത് മായയുടെ ത്രിഗുണങ്ങളുടെ വ്യതിയാനത്താൽ ഉണ്ട് എന്നൊരു തോന്നൽ മാത്രം, യഥാർത്ഥമല്ല ഈ ശരീര മനോബുദ്ധി എന്ന് പറയുന്നത്. ഇനി അതിനെ ചലിപ്പിക്കുന്നത് ആരാ? പ്രകൃതി എന്ന ശക്തി സ്വരൂപിണിയാണ് അതിനെ ചലിപ്പിക്കുന്നത്. എന്നാൽ ഈ ഞാൻ എന്ന് പറയുന്ന അത് യഥാർത്ഥത്തിൽ ആരാ? ഇത് രണ്ടും ഞാനല്ല. അപ്പം ഞാൻ എന്ന് പറയുന്നത് ആരാ? അത് ജീവാത്മാവാണ്. ഈ ജീവാത്മാവ് എന്ന് പറയുന്നതിന് രൂപമുണ്ടോ? ഇല്ല. അതിന് രൂപം, മണം ഒന്നുമില്ല. ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നാരായണീയത്തിലെ ഏറ്റവും ആദ്യത്തെ 1-ാമത്തെ ദശകത്തിലെ ഏറ്റവും ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാ? സാന്ദ്ര ആനന്ദ അവബോധാത്മകം എന്നാണ് മേൽപ്പത്തൂർ എഴുതിയത്. ആ പരമാത്മാവിനെ കുറിച്ച് കട്ട പിടിച്ച ആനന്ദമാകുന്ന അവബോധമാണ് ആത്മാവ്. അവബോധം മനസ്സിലായേ? ശിവബോധം എന്ന് പറയില്ലേ നമ്മൾ, ശിവാവബോധം. ആ അവബോധമാണ് എന്ന് വെച്ചാൽ നോളജ്, ജ്ഞാനം, അറിവ്. അറിവിനൊപ്പം രൂപമുണ്ടോ? ഇല്ല. അതാണ് പരമാത്മാവ്, ജീവാത്മാവ് എന്ന് പറയുന്നത്. എന്നാൽ ഈ അറിവ് മറയ്ക്കപ്പെട്ട് അതിൽ കലർപ്പ് വന്നു. അതായത് മഹത്തത്വം എന്ന് പറയുന്നത് അവബോധം. അതിൽ വീണ്ടും സത്വരജ തമോ ഗുണങ്ങൾക്ക് വ്യതിചലനം സംഭവിച്ച് രജോ ഗുണവും തമോ ഗുണവും കൂടിയപ്പോൾ ഈ അറിവിൽ കലർപ്പ് വന്നു, മറയ്ക്കപ്പെട്ട് അത് ഞാൻ എന്ന ഞാൻ ആരാണെന്നുള്ള അവബോധം അഹങ്കാരമായി മാറി. അതായത് ഞാൻ ഇതാണ്, എനിക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ടൊരാൾ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായപ്പോൾ ആ അഹങ്കാരത്തിൽ നിന്നുമാണ് പിന്നെ പഞ്ചഭൂതങ്ങളും ശരീരവും ഒക്കെ ഉണ്ടായത്. അപ്പം ഞാൻ എന്നത് ഈ ശരീരം എന്ന് മനസ്സങ്ങ് ഓർപ്പിച്ചു. മനസ്സിലായ? അപ്പോൾ ആര് മറഞ്ഞു? അവബോധം മറഞ്ഞു. ഇനി ആ മനസ്സിലിരുന്ന് നമുക്കൊരു വിദ്യ പഠിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ സത്സംഗം നമ്മൾ കേൾക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് ചെവി കൊണ്ടാണെങ്കിലും അതിനെ മനസ്സിലാക്കുന്നത് ഏത് ഇന്ദ്രിയം കൊണ്ടാണ്? അത് ഗ്രഹിക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, മനനം ചെയ്യുന്നത്, ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് മനസ്സ് എന്ന ഇന്ദ്രിയം കൊണ്ടാണ് അല്ലേ? അപ്പോൾ ഒരു അറിവ് നേടണമെങ്കിൽ മനസ്സ് വേണം. അപ്പോൾ യഥാർത്ഥ ആ ജീവാത്മാവിൻ്റെ സ്വരൂപം, ആ അവബോധം, ആ നോളജാണ്. അതിലേക്ക് എത്തണമെങ്കിൽ ആര് വേണം? അവിടെ മനസ്സെന്ന ഇന്ദ്രിയം വേണം. അപ്പോൾ മനസ്സ് എന്ന ഇന്ദ്രിയത്തെ ഉപയോഗിച്ചാണ് പിന്നീട് ഈ അറിവ് നേടിയിട്ട് ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആ ആത്മാവാണ്, ഈ അറിവാണ് ഞാൻ, ആത്മാവാണ്, ഈ അവബോധമാണ് ഞാൻ എന്ന തിരിച്ചറിവിലേക്ക് എത്താൻ ആര് ആണ് അവിടെ മെയിനായിട്ടുള്ളതായിട്ട് ഒരു ടൂളായിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? മെയിനായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. മനസ്സ് മായയിൽ കലരുമ്പോൾ, ഇപ്പോൾ സത്വഗുണമാണ് മായ എന്ന് പറഞ്ഞാൽ 3 ഗുണമാണെന്നറിയാലോ. മനസ്സ് മായയിൽ കലർന്നിരിക്കുമ്പോൾ അതിൽ സത്വഗുണമാണ് കൂടിയിരിക്കുന്നതെങ്കിൽ ആ മനസ്സ് സാത്വികമായി ചിന്തിക്കും. സാത്വികമായ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ, നല്ല ചിന്തകളാണെന്ന് മാത്രം അല്ലേ? ഇനി രജോ ഗുണമാണ് കൂടിയിരിക്കുന്നതെങ്കിൽ മനസ്സ് രാജസികമായി ചിന്തിക്കും. അപ്പോൾ ഈ ലോകത്ത് കർമ്മം എങ്ങനെ ചെയ്ത് കുറേ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ചിന്തയായിരിക്കും. ഇനി തമോ ഗുണമാണ് കൂടിയിരിക്കുന്നതെങ്കിൽ മനസ്സ് താമസികമായി ചിന്തിക്കും. അപ്പം അലസത, മടി, ക്രൂരത ഇങ്ങനെയുള്ളതൊക്കെ ഒരുപാട് തോട്ട്സ് ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലുണ്ടാവും. അപ്പോൾ മായയിൽ പെട്ടിരിക്കുമ്പോൾ ഈ 3 ഗുണങ്ങളായാലും അത് ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അല്ലേ? ഈ ഭൗതിക ലോകത്ത് നല്ലത് ചെയ്ത് ജീവിക്കുക എങ്ങനെ, ജോലി ചെയ്ത് ജീവിക്കുക എങ്ങനെ, അല്ലെങ്കിൽ അലസമായി ജീവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും മായയിൽ പെട്ടിരിക്കുമ്പോൾ മനസ്സിനുണ്ടാവുക. അപ്പോൾ മായയിലിരിക്കുന്ന ആ മനസ്സിനെ മായയിൽ നിന്ന് വിടിയിച്ചിട്ട് ആത്മാവാണ് ഞാനെന്നതിലേക്ക് ലയിപ്പിക്കണമെങ്കിൽ മനസ്സ് ഈ ഭൗതിക മായ എന്ന് പറഞ്ഞാൽ ഏതു ഗുണാണെങ്കിലും ഈ ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ആ ചിന്തകൾ വിടണമെന്ന്. ആ ചിന്തകൾ വിടണമെങ്കിൽ മനസ്സിൻ്റെ പ്രത്യേകത എന്താ? അതൊരു മുന്തിരിവള്ളി പോലെയാണ്, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ ഈശ്വരീയ ചിന്ത, ഏതെങ്കിലും ഒരു താങ്ങുമ്മ ചാരിയിട്ടേ ഇതിന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പതുക്കെ ഈ മനസ്സിനെ ദൈവീക കാര്യങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാനുള്ള പരിശീലന ക്രിയകൾ നമ്മൾ ദീർഘകാലം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്
മനസ്സ് പതുക്കെ പതുക്കെ അടങ്ങുന്നത്. 3 മാസമോ 6 മാസമോ 2 വർഷമോ 5 വർഷമോ അല്ല, ജന്മാന്തരം. ഇന്ന് നമ്മൾ കാണുന്ന പല യോഗികളും ആ അവസ്ഥയിലേക്ക് എത്തിയത്, ഇന്ന് നമ്മുടെ കൺമുന്നിൽ വലിയ യോഗികളായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം ജന്മാന്തരമായി ദൈവീക കർമ്മങ്ങളോട് അവരുടെ മനസ്സ് ചേർത്ത് വയ്ക്കുക എന്ന പരിശീലനത്തിൽ മുഴുകി ഒരുപാട് ജന്മങ്ങൾ അവർ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ജന്മത്തിൽ നമ്മുടെ കൺമുന്നിൽ വലിയ യോഗാവസ്ഥയിൽ എത്തിയവരായിട്ട് അവരിയ്ക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പം ഈ പരിശീലനമാണ് മനസ്സുകൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കാനും ഭൗതിക ലോകത്ത് സുഖമായി ജീവിച്ച് അതിൽ ലയിക്കാനാണെങ്കിലും 2 വഴിക്ക് തിരിയാനാണെങ്കിലും മനസ്സുകൊണ്ടേ സാധിക്കൂ. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ആത്മസാക്ഷാത്കാരം നേടാനാണെങ്കിലും ഭൗതിക ജീവിതം സുഖമായി എന്തും സുഖവും ദുഃഖവും എല്ലാത്തിൻ്റെയും അനുഭവിക്കുന്നതിൻ്റെ മൂല കാരണം മനസ്സാണ് എന്ന് പറയുന്നത്. അതാണ് ഭഗവത്ഗീതയിലും ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തത്. അർജുന, മനസ്സ് നിന്റെ നിയന്ത്രണത്തിൽ നിനക്ക് വരുത്താൻ കഴിഞ്ഞാൽ അത് നിന്റെ മിത്ര, അല്ല മായയിലെ പിന്നാലെ വിട്ടുകഴിഞ്ഞാൽ അത് നിന്റെ ശത്രുവാ എന്ന് പറയാൻ കാരണം മായയുടെ സാത്വികമായ ചിന്തയാണെങ്കിൽ പോലും അത് ഭൗതിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് അല്ലേ. അപ്പം എന്താ സംഭവിക്കുക? അവിടെ പോലും ഞാനാണ് ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന ധാരണയിൽ നിന്നുകൊണ്ട് ആത്മാവാണ് ആ കർമ്മം ചെയ്യുന്നത് ആ ശരീരത്തിലിരുന്ന്. അപ്പോൾ ഞാനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന ധാരണ, ശരീരം പ്രവർത്തിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന ധാരണ ആത്മാവിനുണ്ടാകുന്നു. അപ്പോൾ വീണ്ടും പുനർജന്മങ്ങൾക്ക് വിധേയമാവേണ്ടി വരും. അപ്പം 3 ഗുണങ്ങളിൽ നിന്നിട്ടാണ്, മൂന്നിൽ ഏത് ഗുണത്തിൽ നിന്നാലും പുനർജന്മം ഷുവറാണ്. ജന്മജനിമൃതികളിൽ പെടുന്നുള്ളത് പ്രാരാബ്ദം വരുന്നുള്ളതും ഷുവറാണ്. അപ്പോൾ പ്രാരാബ്ദം വരാതിരിക്കണമെങ്കിൽ ഈ 3 എണ്ണത്തിൽ നിന്നും പുറത്തു കിടക്കണം, ഗുണങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണം, നിർമുക്തനാവണം. ഗുണങ്ങളിൽ പെട്ട് ജീവിക്കരുത്, ത്രിഗുണങ്ങളിൽ നിന്നും മുക്തി നേടണം എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ത്രിഗുണങ്ങളിൽ നിന്നും മുക്തി നേടുക? ത്രിഗുണങ്ങളിൽ പെട്ടുപോകുന്നത് മനസ്സാ. അപ്പോൾ ത്രിഗുണങ്ങളിൽ പെടാതിരിക്കണമെങ്കിൽ മനസ്സിനെ ദൈവിക കർമ്മങ്ങളിലേക്ക്, ആത്മീയ കർമ്മങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കണം. ഇതാണ് നാരായണീയ പാരായണത്തിൻ്റെ ഹോംവർക്ക് തുടങ്ങാനുള്ള കാരണം. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കിടക്കാം. അനിമിത്ത നിമിത്തേന, അതിനുള്ള പോംവഴി, പുരുഷനെ മുക്തമാക്കാനുള്ള പോംവഴി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അനിമിത്ത നിമിത്തേന, അതായത് ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. സ്വധർമ്മേണ, സ്വധർമ്മമായിട്ട് തന്നിൽ വിധിക്കപ്പെട്ടിട്ടുള്ള, നമ്മളിൽ വിധിക്കപ്പെട്ട ആ കർമ്മത്തെ സ്വധർമ്മം, ഞാൻ എന്ന ആത്മാവ് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ ജന്മം നൽകിയ അച്ഛനമ്മമാരോട്, ഭർത്താവാണെങ്കിൽ ഭാര്യയോട്, ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട്, സഹോദരങ്ങളോട്, മക്കളോട്, സമൂഹത്തോട്, ജോലി സ്ഥലത്തും ഒക്കെ പ്രതിബദ്ധതയുണ്ട്. അതൊക്കെ നമ്മളിൽ നിയതമാക്കിയ, നിശ്ചയിക്കപ്പെട്ട് വിധിക്കപ്പെട്ട് വന്നു ചേർന്ന കർമ്മങ്ങളാണ്. അത് നമ്മൾ ആരെങ്കിലും ഉരുക്കൂട്ടിയെടുത്തതാണോ, വരുമ്പോൾ കൊണ്ടുവന്നതാണോ? അല്ല, നമ്മളിലേക്ക് വിധിക്കപ്പെട്ട വന്ന കർമ്മങ്ങളാണ്. അപ്പോൾ ആ കർമ്മങ്ങൾ ഈ ശരീരത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായ സകല കർമ്മങ്ങളും, ഡ്യൂട്ടീസും സ്വധർമ്മമായിട്ട് അനുഷ്ഠിക്കുക. ഈ സ്വധർമ്മമായിട്ട് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വധർമാചരണം എന്ന് പറഞ്ഞാൽ എന്താ? ആ കർമ്മം ചെയ്യുന്നതിലും ധർമ്മം കാണിക്കണം എന്ന്. ധർമ്മം കാണിക്കണം എന്ന് വെച്ചാൽ ധാർമ്മികമായി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ കർമ്മം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ, ഒരു ഓഫീസ് ജോലി എടുക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ, ഡോക്ടർ ആണെങ്കിൽ, ആ കർമ്മം ചെയ്യാനുള്ള മനഃശക്തി, ബുദ്ധിശക്തി, ശരീരശക്തി ആയി നിന്ന ആ പ്രകൃതിയുടെ തൃപ്പാദങ്ങളിൽ മനസ്സാൽ ഒന്ന് സമർപ്പിച്ചിട്ട് ആ കർമ്മം ചെയ്യുക. അപ്പോൾ ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്ന ഊർജത്തിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം സ്വധർമ്മമായി കണ്ട് ചെയ്തു എന്നർത്ഥം. അപ്പോൾ ആ കർമ്മം ചെയ്തത് ഞാനല്ല, പ്രകൃതിയാണ് ആ ശക്തിയായി നിന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം ആത്മാവിനാ പോവുക, പ്രകൃതിക്കാ പോവുക? ആർക്കാ പോവുക? തീർച്ചയായിട്ടും അതിൻ്റെ ഫലവും പ്രകൃതിയിലേക്ക് തന്നെ പോവുള്ളൂ. കാരണം ആ ചിന്തിക്കുന്ന മനസ്സ് ഈ കർമ്മം ഞാനല്ല, ഞാനെന്ന ആത്മാവല്ല, പ്രകൃതിയാണ് ഈ കർമ്മം ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്നത്. ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായിരിക്കുന്നത് ആ പ്രകൃതിയാണ്. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേഴ്സാണെങ്കിൽ, ഒരു അധ്യാപികയാണെങ്കിൽ, അത് ചെയ്യുന്നതിന് മുൻപ് നമ്മളിപ്പോൾ ഈ സത്സംഗം തുടങ്ങുമ്പോൾ ഭഗവാന് സമർപ്പിച്ചതും
പോലെ ഈ കർമ്മം ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്ന അമ്മയെ പ്രകൃതി അവിടുത്തെ പാദങ്ങളിൽ ഇത് സമർപ്പിക്കുന്നു. മനസ്സാൽ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇതിനുള്ള ശക്തിയായി അനുഗ്രഹവും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ കർമ്മം സ്വധർമാചരണമായി ചെയ്തു. ഒപ്പം ഈ കർമ്മത്തിന് ഫലവും ആഗ്രഹിക്കണില്ല. എനിക്ക് നല്ല പേര് വേണം, അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം, എല്ലാവരും എന്നെ നല്ലത് പറയണം, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്ന ആഗ്രഹവും ഇല്ല. അതാണ് അനിമിത്ത നിമിത്തേന, ഫലം ആഗ്രഹിക്കാതെയും കർമ്മം ചെയ്യുമ്പോൾ അമല ആത്മന, അതിൻ്റെ ഫലം എന്താണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്വം ജീവിക്കുമ്പോൾ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം അമല ആത്മന, മനസ്സ് ക്ലിയർ ആവുന്നു, മനസ്സ് ശുദ്ധമാകുന്നു എന്ന്. അതായത് പ്രതീക്ഷകളും ഫലം ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ അവരിൽ നിന്ന് ഇത് തിരിച്ചു കിട്ടണം, ഇങ്ങനെ വേണം, പണം വേണം, ശമ്പളം കിട്ടണം, അത് വെക്കണം, ഇത് വെക്കണം, സ്നേഹം വേണം, എല്ലാം അങ്ങോട്ട് കയ്യിൽ നിന്നിടുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വേണം എന്ന് പ്രതീക്ഷ വയ്ക്കുമ്പോൾ നിരാശ, കോപം, വെറുപ്പ്, ശത്രുത, എല്ലാം ആഗ്രഹം, ഇതൊക്കെ അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങൾ. എന്നാൽ കർമ്മം ചെയ്യാനുള്ള ശക്തി പ്രകൃതിയാണ് നൽകുന്നത് എന്ന് പറഞ്ഞ് പ്രകൃതിക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വധർമ്മമായി ആ തന്നിൽ നിക്ഷിപ്തമായ കർമ്മം ഫലേച്ഛയില്ലാതെ ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ആഗ്രഹവുമില്ല, ഒരു പ്രതീക്ഷയില്ല, ഒരു ചിന്തയുമില്ല. അപ്പം മനസ്സ് അവിടെ ക്ലിയറായി, പരിശുദ്ധമായി, ശുദ്ധമായ മനസ്സായി. അതോടൊപ്പം ശ്രുത സമ്പ്രദയാ ചിരം ഒരുപാട് കാലം കേൾക്കുക, ഭഗവത് തത്വങ്ങളും ഭഗവത് കഥകളും സത്സംഗ രൂപത്തിൽ ഇങ്ങനെ നിത്യേന കേൾക്കുകയും ചെയ്യുമ്പോൾ തീവ്രയാ മയി ഭക്തി, ശക്തമായ രീതിയിൽ എന്നിലുള്ള ഭക്തി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ വളരുന്നു. മനസ്സിലായി? അപ്പോൾ ആദ്യം മനസ്സ് ക്ലിയർ ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഒന്നും തിരിച്ചാഗ്രഹിക്കാതെ രാവിലെ തൊട്ടുള്ള സകല കർമ്മങ്ങളും ചെയ്യുന്നതോടൊപ്പം ഇത് ഞാനാണ് ചെയ്യുന്നത് എന്നല്ല, ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ ഈ ചലിപ്പിക്കുന്ന ശക്തിയാണ് ഈ കർമ്മം ചെയ്യാൻ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ശക്തിക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കർമ്മം ചെയ്യുമ്പോൾ മനസ്സ് ക്ലിയർ ആവുന്നു. അതോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്താ? സത്സംഗം. നിത്യവുമുള്ള നല്ല സത്സംഗങ്ങളുടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും ആ 1 മണിക്കൂർ നേരം മനസ്സ് ഈശ്വരനോട് ചേർന്നിരുന്നു. ആ 1 മണിക്കൂർ നമ്മൾ അതിരുന്ന് ചെയ്തില്ല, വേറെ എന്തെങ്കിലും പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകും. അപ്പോൾ മനസ്സ് അവിടെ മറ്റു ചിന്തകളൊക്കെ പോയി ഈശ്വരനോട് ചേർന്നിരുന്നു. അങ്ങനെ വരുമ്പോൾ എന്നിൽ, ഭഗവാനിൽ നല്ല ഒരു ശക്തമായ തീവ്രമായ ഒരു ഭക്തി വളരുന്നു. ഇനി അങ്ങനെ ഭക്തി വളരുമ്പോൾ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ജ്ഞാനേന ദൃഷ്ടതത്വേന വൈരാഗ്യേന ബലീയസ. ദൃഷ്ടതത്വേന, ദൃഷ്ടം, കാണുന്നു, തത്വം. ആ ഭക്തിയിലിരിക്കുന്നവന് അവൻ ഏത് തത്വത്തിലാണോ വിശ്വസിക്കുന്നത് ആ തത്വം അവൻ എല്ലാ ചരാചരത്തിലും ദൃഷ്ട കാണുന്നു. അല്ലേ? ഒരു പൂവിനെ കണ്ടാലും പുഴുവിനെ കണ്ടാലും കാറ്റ് വന്നാലും മഴ വന്നാലും വെയിൽ വന്നാലും നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും സുഖത്തിലും ദുഃഖത്തിലും നമുക്ക് ഇഷ്ടമുള്ള കർമ്മത്തിലും ഇഷ്ടമില്ലാത്ത കർമ്മം ചെയ്യുമ്പോഴും എന്തിലും ആ തത്വത്തെ അവൻ കാണാൻ തുടങ്ങുന്നു. അതാണ്. അപ്പോൾ ആ നിഷ്കളങ്കമായ ഭക്തി വരുമ്പോഴാണ് നമുക്ക് ചെയ്യുന്ന സകല കാര്യത്തിലും ആ തത്വം, നമ്മൾ ഏത് തത്വത്തിലാണോ വിശ്വസിക്കുന്നത് ആ തത്വത്തെ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? ജ്ഞാനേന, അദ്വൈതം, എല്ലാം ഒന്നാണെന്നുള്ള അദ്വൈത ജ്ഞാനം മനസ്സിൽ പ്രകാശിക്കുന്നു. ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? ഈ ചേഞ്ചസ് ഒക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? മനസ്സിൽ അദ്വൈതമാകുന്ന ജ്ഞാനം പ്രകാശിക്കുമ്പോൾ ബലീയസ വൈരാഗ്യേന, വളരെ ശക്തമായിട്ട്, ബലീയസ എന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ട് വൈരാഗ്യം വരുന്നു. വൈരാഗ്യം എന്നാൽ വെറുപ്പ് അല്ല, ഒരു തരം മടുപ്പ്. എന്തിനോട്? ഈ ഭൗതിക ലോകത്ത് മതിയായി, ഈ ഭൗതിക ലോകം, ഇവിടെ കാണുന്ന സുഖദുഃഖങ്ങൾ, ഇവിടെ കാണുന്ന സംഭവ വികാസങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, അതിനോടൊക്കെ ഒരു മടുപ്പ്. കാരണം മതി, ഇതിൽ നിന്നൊന്നും ഒരു ശാശ്വത സന്തോഷം കിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു വിരക്തി ഈ ലോകത്തുള്ള സകലതിനോടും തോന്നാൻ തുടങ്ങുന്നു മനസ്സിൽ. ആ മനസ്സിൽ വരുന്ന പടിപടിയായ മാറ്റങ്ങളാണ് പറയുന്നത്. ആ അറിവ്, അദ്വൈതം വരുമ്പോൾ അതോടുകൂടി ലോകത്ത് കാണുന്ന സകല വിഷയങ്ങളിൽ നിന്നും ഒരു മതിയായി എന്നുള്ളൊരു തോന്നലില്ലേ? നമ്മൾ പറഞ്ഞില്ലേ, ഒരു ലഡു തിന്നാൻ കൊതിയുള്ളവൻ ഒരു 25 ലഡു തിന്നാൽ വെറുന്നൊരു
മടുപ്പ്, ഒരു ഉപേക്ഷിക്കുകയല്ല, ഇഷ്ടമായിട്ട് ഉപേക്ഷിക്കുന്നതല്ല, മതിയായിട്ട് വെറുക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരവസ്ഥ ഈ ഭൗതിക ലോകത്തോട് തോന്നുന്നു. അങ്ങനെ തോന്നിക്കഴിയുമ്പോൾ അതോടൊപ്പം തപഹയുക്തേന, തപസ് ചെയ്യുകയും വേണമെന്ന് വെച്ചാൽ കാട്ടിപ്പോയി തപസ് ചെയ്യാമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവീക കാര്യങ്ങളിൽ, ഈശ്വരീയ കാര്യങ്ങളിൽ മുഴുകി അധിക സമയവും ഇരിക്കാൻ ശ്രമിക്കണം എന്ന്. ഇതൊക്കെ അതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അധിക സമയവും ദൈവീക കർമ്മങ്ങളിൽ മുഴുകിയിരിക്കാൻ ശ്രമിക്കണം. സീരിയൽ കാണാനും അപ്പുറത്തും പോയി കറങ്ങി നടക്കാനും, അവിടെ പോയി നടക്കുക, ഇവിടെ പോയി നടക്കുക, കുറേ അങ്ങോട്ട് ഓടുക, അപ്പുറത്തിരുന്ന് വർത്താനം പറയുക, ഇതിനൊന്നും സമയം ചെലവഴിക്കാതെ അധിക സമയവും നമ്മൾ ഈശ്വരീയമായ കാര്യങ്ങളിൽ, അതായത് ഒന്നുകിൽ ഒരു നാമജപം, അല്ലെങ്കിൽ ഒരു സത്സംഗം കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം ധ്യാനത്തിനിരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാരായണീയ ജപം, അല്ലെങ്കിൽ ഒരു ഭാഗവതം. ഞാനൊരു തപസ്സായിട്ട് എടുക്കുകയാണ്, ഇത്ര ദിവസം കൊണ്ട് ഞാൻ ഭാഗവതം ചൊല്ലി പൂർത്തിയാക്കും, അല്ലെങ്കിൽ ഭഗവത്ഗീത ചൊല്ലി പൂർത്തിയാക്കും, അല്ലെങ്കിൽ നാരായണീയം ഞാൻ പഠിച്ചു പൂർത്തിയാക്കും. അപ്പം നമ്മൾ അതിനായിട്ട് തീരുമാനിച്ചതാണ് ഒരു തപസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നേരം നമ്മൾ അതിനായിട്ട് മാറ്റിവെച്ചു. ആ സമയം മുഴുവൻ നാരായണീയ പഠനത്തിൽ, ഭാഗവത പഠനത്തിൽ, ശ്ലോകപാരായണത്തിൽ ഇരിക്കുമ്പോൾ ദൈവീക കർമ്മങ്ങളിൽ അധിക സമയവും മുഴുകിയിരിക്കുക. അതോടൊപ്പം യോഗം ഏതാ, ധ്യാനം, അധിക സമയം, ഒരു ദിവസത്തിൽ കുറച്ചെങ്കിലും സമയം ധ്യാനം, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കണ്ണടച്ച് മെഡിറ്റേഷൻ, ധ്യാനം, ശൂന്യമായ മെഡിറ്റേഷൻ ധ്യാനം ചെയ്യുമ്പോൾ തീവ്രേണ ആത്മസമാധീന, തീവ്രമായ രീതിയിൽ ആത്മാവിലേക്ക് സമാധി, ധി എന്ന് വെച്ചാൽ ബുദ്ധി, മനസ്സ് ആത്മാവിലേക്ക് സമമാകുന്നു, ചേരുന്നു. എന്താണെന്ന് വെച്ചാൽ മനസ്സാണ് ആ സമയങ്ങളൊക്കെ മനസ്സിങ്ങനെ പല ചിന്തകളിൽ വിഷയങ്ങളിൽ വ്യാപരിച്ചിരുന്ന മനസ്സ്, പല തോട്ട്സുകൾ കയറി ഇറങ്ങിയിരുന്ന മനസ്സ് ഒരു ദിവസത്തിൽ തന്നെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നു, ധ്യാനിക്കുന്നു, നാമജപം നടത്തുന്നു, നാരായണീയ പഠനം നടത്തുന്നു, കുറേ സമയം ഈശ്വരീയ കർമ്മങ്ങൾ, പിന്നെ നമ്മുടെ ഡ്യൂട്ടികൾ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അധിക സമയവും ചെലവഴിക്കുമ്പോൾ ആ മനസ്സ് കൂടുതലും ഈശ്വരനിലേക്ക് ചേർന്നിരിക്കുന്നത് കൊണ്ട് ആ സമാധി എന്ന് വെച്ചാൽ ബുദ്ധി, മനസ്സ് സമമാകുന്ന അവസ്ഥ. ഏതിലേക്ക്? ആത്മാവിലേക്ക് ശക്തമായിട്ടിങ്ങനെ ഉറയ്ക്കുന്ന അവസ്ഥ. അങ്ങോട്ട് പോയ മനസ്സ്, അതായത് ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന മനസ്സ് ആത്മാവിനെക്കുറിച്ച്, ഈശ്വരനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സദാ കൂടുതൽ സമയം ഇരിക്കാൻ തുടങ്ങി. അപ്പം മനസ്സിൽ ഭൗതിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കുറഞ്ഞു, ആഗ്രഹങ്ങൾ കുറഞ്ഞു, സുഖദുഃഖങ്ങൾ, മനസ്സനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ കുറച്ച്, സുഖം അനുഭവിക്കണില്ല, ദുഃഖം അനുഭവിക്കണില്ല, ചിന്തകൾ കുറഞ്ഞു, പ്രതീക്ഷകൾ കുറഞ്ഞു, ദുഃഖം കുറഞ്ഞു, ഭയം കുറഞ്ഞു, ടെൻഷൻ കുറഞ്ഞു. ഇതൊക്കെ കുറഞ്ഞ് മനസ്സിങ്ങനെ ശാന്തമാവാൻ തുടങ്ങും. മനസ്സിലായ? അത്രയും മനസ്സ് ആത്മാവിലേക്ക് ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ബാക്കി അടുത്ത ശ്ലോകത്തിൽ പ്രകൃതി പുരുഷസ്യ ഇഹ ദഹ്യമാനാത്തു അഹർനിശം. അഹർനിശം എന്ന് വെച്ചാൽ അഹഹ നിശം. അഹഹ പകൽ, നിശം രാത്രി. രാവും പകലും കൂടുതൽ സമയവും ഇങ്ങനെയുള്ള ധ്യാനത്തിലിരിക്കുക, ദൈവിക കർമ്മങ്ങളിൽ മുഴുകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം രാവും പകലും ചിലവഴിക്കുമ്പോൾ പ്രകൃതി പുരുഷസ്യ ഇഹ, ഈ ലോക ജീവിതത്തിൽ തന്നെ പ്രകൃതി എന്ന മായയുടെ സ്വാധീനത്തിൽ നിന്നും പുരുഷൻ മുക്തമാകുന്നു. ദഹ്യമാന എന്ന് വെച്ചാൽ ദഹിച്ചു പോവാന്ന്. ആര്? പ്രകൃതിയുടെ സ്വാധീനം അവിടെ പുരുഷനിൽ നിന്നും ദഹിച്ചു പോകുന്നു. പ്രകൃതിയുടെ സ്വാധീനം എവിടേക്കാണ് വരുന്നത്? നേരിട്ട് പുരുഷനിലേക്കാണോ? അത് വരുന്നില്ല ഒരിക്കലും. പ്രകൃതി സ്വാധീനിക്കുന്നത് മനസ്സിനെയാണ്, മായ സ്വാധീനിക്കുന്നത്. പുരുഷൻ പുരുഷനാണെന്ന് അറിയുന്നത്, ആത്മാവാണെന്ന് അറിയുന്നതും മനസ്സിനെയാണ്. ഇത് രണ്ടും ഇടയിൽ നിൽക്കുന്ന ആളും മനസ്സാണ്. മനസ്സ് മായയുടെ സത്വഗുണത്തിൻ്റെയും രജോഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും വഴിക്ക് പോയപ്പോൾ ആ രീതിയിലുള്ള ഭൗതിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു ഇത്രയും നാളും. എന്നാൽ അതേ മനസ്സ്, ഈ മനസ്സ് ചലിക്കുന്നതും ബുദ്ധി ചലിക്കുന്നതും ശരീരം ചലിക്കുന്നതും പ്രകൃതിയുടെ ചലിപ്പിക്കുന്ന ശക്തി പ്രകൃതിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ചലനങ്ങളെ, സകല കർമ്മങ്ങളെയും ആ മനസ്സുകൊണ്ട് പ്രകൃതിക്ക് എന്നെ സമർപ്പിച്ചു കൊടുത്ത് കർമ്മം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സ് ക്ലിയർ ആവാൻ തുടങ്ങി. മനസ്സ് ക്ലിയർ ആവുന്ന അതേ സമയം തന്നെ സത്സംഗം കേൾക്കുന്നു. അങ്ങനെ വന്നപ്പോൾ ഭക്തി കൂടുകയാണ്, ഈശ്വരൻ എന്താണെന്നുള്ള തത്വം മനസ്സിലാവുകയാണ്. അപ്പോൾ ആ തത്വം തന്നെ നമ്മൾ സർവ്വചരാചരങ്ങളിലും കണ്ടപ്പോൾ അദ്വൈത ഭാവം
ഭാവം മനസ്സിലുണർന്നു. അപ്പോൾ ദ്വൈതമായിരിക്കുന്ന ഈ ഭൗതിക ലോകത്തോടൊരു വിരക്തി, ഒരു മതിയായി എന്നൊരു മടുപ്പ് എന്നൊരു തോന്നൽ അവിടെ വരാൻ തുടങ്ങിയപ്പോൾ ഒപ്പം ഈശ്വരീയമായ കർമ്മങ്ങൾ കൂടുതലും ഒരു ദിവസത്തിൽ ആ കർമ്മങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയം ഈ കർമ്മം, അല്ലാതെ വെറുതെ കുറേ അവിടെ പോയിരുന്ന് വർത്താനം പറഞ്ഞ് അവിടെ അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെയൊന്നും നടക്കാതെ അധിക സമയവും ഈ ദൈവീക കർമ്മങ്ങൾ, എല്ലാ പണിയും കഴിഞ്ഞ് ഒഴിവ് കിട്ടിയോ പോയി ഇരുന്ന് നാരായണീയം ജപിക്കുക. ഇതെൻ്റെ ഹോംവർക്കാണ്. ബുദ്ധിപൂർവ്വം നമ്മൾ അതിനായിട്ട് തന്നെ നിർബന്ധപൂർവ്വം ഇരുത്തുക. നമ്മളെ ആരും തല്ലിയമിച്ചിരുത്തുന്നതല്ല, നമ്മൾ സ്വയം തീരുമാനിച്ച്, നമ്മൾ തന്നെ നമ്മുടെ ടീച്ചറായിട്ട് നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ച് ഇനി ഈ സമയം ഞാൻ ഇതിനായിട്ടിരിക്കും. അങ്ങനെ ചെയ്ത് അത് എഴുതി വെച്ച് അത് പഠിച്ച്, അപ്പം അത്രയും നേരം മറ്റു ചിന്തകൾ പോയി നമുക്ക് തന്നെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അത്രയും നേരം ആ മനസ്സ് പണി കുറച്ചു, ഭൗതിക വിഷയങ്ങളിൽ നിന്ന് വിട്ടു, നാരായണീയത്തിലെ ഗുരുവായൂരപ്പനിലെ മേൽപ്പത്തൂരിലേക്കൊക്കെ ഈ മനസ്സ്, ആ ചൊല്ലുന്ന നാമത്തിൻ്റെ അർത്ഥങ്ങളിലേക്കായി മനസ്സ്, അത്രയും ചിന്തകൾ കുറഞ്ഞു, മനസ്സ് മനോഹരമാവാൻ തുടങ്ങി. മനസ്സിങ്ങനെ തെളിഞ്ഞ ജലാശയം പോലെ ശുദ്ധമാവാൻ തുടങ്ങിയില്ലേ? അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തു വരുമ്പോൾ അതോടൊപ്പം സന്ധ്യസമയത്തോ പുലർച്ചെയോ പുലർക്കാലയോ കുറച്ച് സമയം ധ്യാനത്തിലും കൂടി ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ആ മനസ്സ് ആത്മാവിൽ ഉറയ്ക്കുന്നു. അപ്പോൾ രാവും പകലും ദൈവീക കർമ്മങ്ങളുടെ ഈ പരിശീലനം കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ പുരുഷൻ, ജീവാത്മാവ് പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്നും മുക്തമാകുന്നു. അങ്ങനെ ഉദാഹരണം പറയാണ്, തിരോഭവിത്രി ശനൈകഹി അഗ്നേ യോനിഹി ഇവ അരണി. അരണി എന്ന് വെച്ചാൽ വിറക്, വിറകിൽ അഗ്നി, യോനി എന്ന് വെച്ചാൽ ആരംഭിക്കുന്നത്, വിറകിൽ നിന്നാണ് അഗ്നി ഉത്ഭവിക്കുന്നത്. എന്നാൽ ഇതേ വിറക് ദഹിച്ചു പോകുന്നതോടുകൂടി, ഭസ്മമാകുന്നതോടുകൂടി അഗ്നിയും കെട്ടടങ്ങുന്നു. ഇവ എന്നതുപോലെ ആ മായയുടെ സ്വാധീനം മനസ്സിൽ നിന്ന് തുടങ്ങുന്ന അതേ മനസ്സിൽ തന്നെ മായയുടെ സ്വാധീനം, മായ കെട്ടടങ്ങിയിട്ട് പതുക്കെ പതുക്കെ ശനൈകി പതുക്കെ പതുക്കെ തിരോഭവിത്രി, ആ പുരുഷനാകുന്ന ജീവാത്മാവ് പ്രകൃതിയിൽ നിന്ന് മുക്തി നേടുന്നു. ആ മുക്തി നേടാൻ എടുക്കേണ്ട ടൂൾ ആരായിരുന്നു? മനസ്സ്. മനസ്സ് മായയിൽ കലർന്നിട്ട് മായയിൽ പെടുന്ന ഭൗതിക ചിന്തകളിൽ നിന്ന് മുക്തമാവാൻ ആ മനസ്സിനെ ആദ്യം ചെയ്യേണ്ട കാര്യം കർമ്മങ്ങൾ ചെയ്യാം. അത് രണ്ടു ഭാവത്തിൽ, ഫലേച്ഛയില്ലാതെയും സ്വധർമാചരണം. സ്വധർമാചരണം എന്താണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. പ്രകൃതിയാണ് ആ ശക്തി എന്ന് മനസ്സിലാക്കി പ്രകൃതിയിലേക്ക്, ആ യൂണിവേഴ്സിലേക്ക് കൊടുത്തിട്ട് ചെയ്യാം. അതാണ് സ്വധർമ്മമായി ചെയ്യാം. അപ്പോൾ മനസ്സ് പ്യുവറായി എപ്പോഴും ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റും. അങ്ങനെ അതോടൊപ്പം സത്സംഗം, അതോടൊപ്പം ദൈവിക കർമ്മങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പോലെ നാമപാരായണം, അല്ലെങ്കിൽ ഭാഗവത പഠനം, അല്ലെങ്കിൽ ഇങ്ങനെ ചൊല്ലിയിടുക, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം, ഇതിലൊക്കെ സമയം കൂടുതൽ ചെലവഴിച്ച് ഒപ്പം ഒരു ധ്യാനവും കൂടി കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ മനസ്സിൻ്റെ എന്താ പറയുക, ഭാരം ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറഞ്ഞ് മനസ്സിങ്ങനെ തണുത്ത് ഒരു എന്താ പറയുക, ഒരു അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സ് വരുന്നത് നമുക്ക് എന്തെന്ന് അതുവരെ ഇല്ലാത്തൊരു ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് കാണാം. പക്ഷേ ഇത് ഒരു 3 മാസമോ 1 മാസമോ അല്ല, ദീർഘകാലത്തെ പരിശീലനമാണ് ഇത് വേണ്ടത് എന്നും കൂടി എടുത്തു പറയുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ജന്മത്തിൽ തന്നെ ഈ പരിശീലനത്തിലൂടെ പുരുഷൻ പതുക്കെ പതുക്കെ ആ പ്രകൃതിയുടെ സ്വാധീനത്തിൽ നിന്നും മുക്തമാവാൻ തുടങ്ങും. കാരണം മനസ്സ് പുരുഷനിലേക്കാണ് ചേർന്നിരിക്കുന്നത്. എന്നിട്ട് ആ മനസ്സ് പ്രകൃതി ചെയ്യുന്ന ചില പണി പ്രകൃതിക്ക് തന്നെ കൊടുക്കുന്നു. പ്രകൃതി ചെയ്യുന്ന പണി എന്താ? ചലനം, ശക്തി നൽകുക, ഇതിനെ മൂന്നിനെയും ചലിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് പ്രകൃതിയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ചലിപ്പിക്കുന്നതിൻ്റെ ഉടമസ്ഥൻ പ്രകൃതിയാണ്. അപ്പോൾ അത് പ്രകൃതിക്ക് തന്നെ സമർപ്പിച്ചു. അപ്പോൾ പ്രകൃതിയാണ് ചെയ്യുന്നത് എന്ന് പ്രകൃതിക്ക് തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രകൃതി അവിടെ സംതൃപ്തയായി. ആ ദേവി, പ്രകൃതി മാതാവ്, അമ്മ അവിടെ പൂർണ്ണ സംതൃപ്തിയാകുമ്പോൾ അമ്മ തന്നെ ആ മനസ്സിനെ അനുകൂലമാക്കിയിട്ട് പുരുഷനിലേക്ക് തിരിക്കാനായിട്ടുള്ളതെല്ലാം ചെയ്തു തരുന്നത്. അതല്ലേ നമ്മൾ ദേവി മഹാത്മ്യത്തിലും പഠിച്ചേ, അമ്മയാണ് ഇതിന് കാരണമെന്നറിഞ്ഞാൽ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മ തന്നെ മായയിൽ നിന്ന് മുക്തമാക്കുന്നു മനസ്സിനെ എന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ആ പ്രകൃതിയാണ് ചലിപ്പിക്കുന്നത് എന്നറിഞ്ഞ് സകല കർമ്മവും ഇതുപോലെ പ്രകൃതിക്ക് കൊടുത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രകൃതി അവിടെ പൂർണ്ണ സംതൃപ്തയായിട്ട് ആ പ്രകൃതി, ആ ദേവി പതുക്കെ മനസ്സിനെ മായയുടെ സ്വാധീനത്തിൽ നിന്നിട്ട് മനസ്സിനെ ആ ആത്മാവിലേക്ക് തിരിപ്പിക്കാനായിട്ട് എല്ലാം അനുകൂലമാക്കി തരുമെന്ന് അതാണ് ആ പറയുന്നത്. അങ്ങനെ ആ ജന്മത്തിൽ തന്നെ പതുക്കെ
പുരുഷനെ പ്രകൃതിയുടെ മായയുടെ സ്വാധീനത്തിൽ നിന്ന് മുക്തമാവാൻ കഴിയും. ശ്ലോകം 24. ഭുക്തഭോഗ പരിത്യക്ത ദൃഷ്ടദോഷാച്ച നിത്യശ ന ഈശ്വരസ്യ അശുഭം ദത്തേ സ്വേ മഹിംനി സ്ഥിതസ്യ ച. അപ്പോൾ ഇതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭുക്തഭോഗ എന്ന് വെച്ചാൽ ഇവിടെ സുഖഭോഗങ്ങൾ, ഇപ്പം നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖഭോഗങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടായിരിക്കരുത് ഇതിലേക്ക് പോകുന്നത് എന്ന്. ഇപ്പം നമ്മൾ നല്ല സുഖത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം, ഭാര്യ, മക്കള്, പണം, ഇങ്ങനെയുള്ള സുഖഭോഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ആത്മാവിനെ സാക്ഷാത്കരിക്കണം എന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. അതാണ് ഭുക്തഭോഗ. എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് തീർത്ത് പരിത്യക്ത, എന്നിട്ട് അത് പരിത്യക്ത എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. പക്ഷെ ഇവിടെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താ? അത് മതിയാവണം എന്ന്. മനസ്സിലായോ? എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചപ്പോൾ കുടുംബജീവിതമാണെങ്കിൽ അത്, നല്ല ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്, ഇതൊക്കെ അനുഭവിച്ച് തീർത്ത് അത് നമുക്ക് മതിയാവണം. എന്നിട്ട് നിത്യശ, എപ്പോഴും ദൃഷ്ടദോഷ, ഇതിലൊക്കെ ഒരു ദോഷം കാണുന്ന അവസ്ഥയിലേക്ക് മനസ്സെത്തണമെന്ന്. അതായത് ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്ന് കഴിയുമ്പോൾ മറ്റത്, അത് കഴിയുമ്പോൾ അത്. മനസ്സിന് എപ്പോഴും ടെൻഷനാണെന്ന് സ്വയം തിരിച്ചറിയുക. ഞാൻ ഇനി ഇത് പോയിട്ട് കാര്യമില്ല. അതാണ് ദൃഷ്ടദോഷ. എപ്പോഴും ഇതിലൊക്കെ ഈ ലൗകിക വിഷയങ്ങളിൽ എപ്പോഴും ഒരു ദോഷം കാണുക. ഭൗതികമായ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു, പൂർത്തീകരിച്ചു, എന്നിട്ട് മതിയായിട്ട് ഇനി ഈ വിഷയങ്ങളിലൊക്കെ എപ്പോഴും ദോഷം കാണുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോൾ സ്വേ മഹിംനി, സ്വന്തം മഹാത്മ്യം എന്താണെന്ന് തിരിച്ചറിയാം. സ്വന്തം എന്ന് വെച്ചാൽ ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ആത്മാവിൻ്റെ മഹാത്മ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സ്ഥിതസ്യച, അതിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ഈശ്വരസ്യ അശുഭം ന ദത്തേ, ഈശ്വരസ്യ, ആ ആത്മാവ് പൂർണ്ണ സ്വതന്ത്രനാകുന്നു. പിന്നെ ആ ആത്മാവിനെ അശുഭമായിട്ട് എന്ന് വെച്ചാൽ ഒരു തെറ്റായ സങ്കല്പം ന ദത്തേ, ഉണ്ടാവാൻ ആര് സമ്മതിക്കില്ല? പ്രകൃതി സമ്മതിക്കില്ല. കാരണം അതുവരെ പ്രകൃതി ചെയ്തിരുന്ന ചലനത്തെ ഞാനാ ചെയ്യണേന്ന് ധരിച്ചിട്ടാണ് ആത്മാവ് ഇരുന്നിരുന്നത്. ഇപ്പോൾ ആത്മാവ് ഏത് അവയവം കൊണ്ടാണ് ഈ ധരിക്കുന്നത്? മനസ്സിൻ്റെ അവയവം കൊണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഞാനാ ചെയ്യണേ എന്നുള്ള ധാരണയിലാണ് ഇരുന്നിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് പ്രകൃതിയാണ് ചലിപ്പിക്കുന്നത് എന്ന്. അപ്പൊ പ്രകൃതിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു ചലനത്തെ, എല്ലാ കർമ്മങ്ങളെയും. അപ്പോൾ പ്രകൃതി അവിടെ സംതൃപ്തയായി. അപ്പോൾ പ്രകൃതി പുരുഷനെ ഞാനാണ് ചെയ്യുന്നതെന്ന് നീ സമ്മതിച്ചില്ലേ? അപ്പോൾ പുരുഷനെ പൂർണ്ണ സ്വതന്ത്രനാക്കി. പിന്നെ പുരുഷനാകുന്ന ആത്മാവിന് ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു അശുഭം നദത്തെ ഒരിക്കലും സംഭവിക്കുന്നില്ല. പിന്നെ പുരുഷൻ ഈ ബന്ധനത്തിൽ പെടുന്നതേയില്ലാന്ന്. പ്രകൃതി തന്നെ അതിനെ സ്വതന്ത്രമാക്കിയിട്ട് അങ്ങോട്ട് വിടും. പ്രകൃതി തന്നെ അതിനെ അനുയോജിച്ച് കൂട്ടിച്ചേർക്കും. കാരണം പ്രകൃതിയാണ് ചലിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു ആ മനസ്സ്. അപ്പോൾ മനസ്സാൽ പ്രകൃതിയുടെ പാദങ്ങളിൽ ചലനത്തെ സമർപ്പിച്ചപ്പോൾ പ്രകൃതി അനുഗ്രഹിച്ച് മനസ്സാൽ പുരുഷനെ അറിഞ്ഞ് പുരുഷനാണ്, ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വതന്ത്രനായി. അവിടെ പിന്നെ യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. അതാണ് ആ പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മനസ്സ് ശാന്തമാവണം. ഇനി ശ്ലോകം 25. ഇനി അതിനൊരു ഉദാഹരണം പറയുന്നതാണ്. യഥാഹി അപ്രതിബുദ്ധസ്യ പ്രസ്വാബഃ ബഹു അനർത്ഥഭൃത്. യഥാഹി അപ്രതിബുദ്ധസ്യ പ്രസ്വാബഃ ബഹു അനർത്ഥഭൃത് സ ഏവ പ്രതിബുദ്ധസ്യ ന വൈ മോഹായ കൽപ്പതേ. അതിനൊരു ഉദാഹരണം പറയുന്നതാണ് കേട്ടോ. അപ്രതിബുദ്ധസ്യ എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ പ്രസ്വാബഹ, ഒരു സ്വപ്നം കാണുകയാണ്. അത് ബഹു അനർത്ഥഭൃത്ത്, വളരെയധികം അനർത്ഥങ്ങൾ നിറഞ്ഞ അശുഭകരമായ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നമാണ് അവൻ കാണുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഒരു സ്വപ്നം കാണുന്നു. അത്യധികം അനർത്ഥങ്ങളും അശുഭങ്ങളും ഭയപ്പെടുത്തുന്നതുമായ ഒരു സ്വപ്നം കാണുമ്പോൾ ഉറക്കത്തിൽ അവൻ അതിനെ ഭയപ്പെടും അല്ലേ? ഭയങ്കരമായിട്ട് അവൻ വിഷമിച്ച് പേടിച്ച് ഭയപ്പെടുന്നു ഉറക്കത്തിൽ. സഹയേവ, എന്നാൽ അതേ സ്വപ്നം തന്നെ പ്രതിബുദ്ധസ്യ എന്ന് വെച്ചാൽ ഉറക്കല്ല, ഉണർന്നിരിക്കുന്ന സമയത്ത് വൈമോഹായ, അതായത് ഒരു പരിഭ്രമവും ന കൽപ്പതേ, അവനുണ്ടാക്കണില്ല എന്ന്. ഈ സ്വപ്നം അവൻ ഉണർന്നു കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ അവന് ഒരു പേടിയില്ല. കാരണം അത് യഥാർത്ഥമല്ല എന്ന് അവൻ മനസ്സിലാക്കി. ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ ആ ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് അവൻ ഭയങ്കരമായിട്ട് പരിഭ്രമിച്ചു, ഭയന്നു. പക്ഷേ ഉണർന്നു കഴിഞ്ഞിട്ട് ആ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവന് ആ മനസ്സിൽ ഒരു അല്പം പോലും ഭയം ഉണ്ടാക്കിയില്ല. കാരണം അവൻ തിരിച്ചറിഞ്ഞു അത് യഥാർത്ഥമല്ല എന്ന്. യഥാഹി എന്നതുപോലെ, അടുത്ത ശ്ലോകത്തിലാണ് അതിൻ്റെ ബാക്കി 26. എന്നതുപോലെ
26ാമത്തെ ശ്ലോകം. ഏവം വിദിത തത്വസ്യ പ്രകൃതിമയി മാനസം യുഞ്ചതഃ ന അപകുരുത ആത്മരാമസ്യ കർഹിച്ചിത്. എന്താ പറയുന്നത്? ഇപ്രകാരം എന്നതുപോലെ എന്ന് പറഞ്ഞില്ലേ, ആ ഉറക്കത്തിൽ എന്നതുപോലെ ഏവം ഇപ്രകാരം വിദിത തത്വസ്യ പ്രകൃതി പുരുഷ തത്വം വേറിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയിൽ നിന്ന് മാനസം ആ മനസ്സിനെ മയി യുഞ്ചതേ എന്നിലേക്ക് ഉറപ്പിക്കൂ. പ്രകൃതിയാണ് ചലിപ്പിക്കുന്ന ശക്തി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, പ്രകൃതിയാണ് ചലിപ്പിക്കുന്ന ശക്തി, മായയാണ് ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും സൃഷ്ടിച്ചത്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സകല കർമ്മങ്ങളും പ്രകൃതിക്ക് സമർപ്പിക്കുക. എന്നിട്ട് കർമ്മത്തിൽ നിന്ന് മനസ്സാൽ മുക്തി നേടുക. ഞാൻ ചെയ്യുന്നില്ല, പ്രകൃതിയാണ് അതിൻ്റെ ശക്തി എന്ന് മനസ്സിലാക്കി പ്രകൃതിക്ക് സമർപ്പിച്ച് മനസ്സുകൊണ്ട് കർമ്മത്തിൽ നിന്നും മുക്തി നേടാം. മനസ്സിലായോ? എന്നാൽ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ആ പ്രവർത്തിക്കാൻ ഒരു നാവ് അനങ്ങാൻ ഈ കർമ്മം പോലും ആ പ്രകൃതിയുടെ ശക്തി കൊണ്ടാണ് ചലിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ശക്തിക്ക് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് ആ കർമ്മത്തിൽ നിന്നും മുക്തി നേടുക. അങ്ങനെ എന്നാൽ ഞാനാകുന്ന പുരുഷൻ ഇവിടെ സ്വതന്ത്രനാണ്, ഞാനാകുന്ന പുരുഷൻ ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്നും ആ മനസ്സിനെ പതുക്കെ ഇങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് എന്നിലേക്ക്, ആത്മാവിലേക്ക് മനസ്സിനെ ഉറപ്പിച്ച് അപ്പോൾ ആത്മാരാമസ്യ, അങ്ങനെ ആത്മാവിൽ ഞാൻ ആത്മാവാണെന്നറിഞ്ഞ് അതിൽ ആനന്ദം കണ്ടെത്തി അതിൽ രമിച്ചുകൊണ്ട് കർഹിച്ചിത് ജീവിച്ചാൽ, കർഹിച്ചിത് എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ന അപകുരുത, ആ മനസ്സിന് പിന്നെ ദുഃഖം ഒരിക്കൽ പോലും ന അപകുരുത എന്ന് വെച്ചാൽ ഉണ്ടാകുന്നില്ല. ദുഃഖം ഉണ്ടാകുക എപ്പോഴാ? മായയുടെ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിയാനത്താൽ സാത്വികമായി ചിന്തിക്കുന്ന ഒരു മനസ്സാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും വേറെ അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയ അവൻ്റെ മനസ്സ് അസ്വസ്ഥപ്പെടും, അല്ലേ? രജോ ഗുണിയാണെങ്കിലും അസ്വസ്ഥപ്പെടും. അവനെ ഇഷ്ടപ്പെടാത്ത, അവൻ്റെ ശരികൾക്കല്ലാത്ത രീതിയിൽ ആരെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അസ്വസ്ഥത വരും. തമോ ഗുണിക്കും അസ്വസ്ഥത വരും. അപ്പോൾ ഈ മായ മനസ്സ് എന്ന ഇന്ദ്രിയത്തെ ചലിപ്പിക്കുന്നത് ആ പ്രകൃതിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ പരിശീലനം ഉണ്ടല്ലോ, ആ പരിശീലനത്തിലേക്ക് മനസ്സ് കൂടുതൽ എടുത്തു വെച്ച് കഴിയുമ്പോൾ മനസ്സ് ക്ലിയർ ആവും. അറ്റാച്ച്മെൻറ്റുകൾ, മമത, അവർ വേണം ഇവർ വേണം, ഇതൊക്കെ അങ്ങോട്ട് കുറഞ്ഞിട്ട് മനസ്സങ്ങോട്ട് അടയും. കാരണം ഭർത്താവിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, ബാങ്ക് ബാലൻസിനെക്കുറിച്ച്, മക്കളുടെ ഭാവിയെക്കുറിച്ച്, അല്ലെങ്കിൽ വിവാഹത്തെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന മനസ്സായിരുന്നു എപ്പോഴും. ആ ഗാഠനിദ്രയിലേക്ക് പോകുമ്പോഴാണ് മനസ്സ് ചലിക്കാണ്ടാവുന്നത്. അതുവരെ എപ്പോഴും രാത്രിയിൽ അത്രയും ചിന്തയുണ്ടായിരുന്ന മനസ്സ് ഇപ്പോൾ 1 മണിക്കൂർ ധ്യാനം, 1 മണിക്കൂർ സത്സംഗം, പിന്നെ കുറേ നേരം ഇങ്ങനെയുള്ള ഓരോ നാരായണീയ പഠനം, ഭാഗവത പഠനം എന്നൊക്കെ പറഞ്ഞ് അതിലിരിക്കണം. പിന്നെ 2 സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നമ്മുടേതായ രീതിയിൽ ഒരു നാമജപം അധികം, ഇങ്ങനെ ബാക്കിയുള്ള സമയം ജോലിയും ചെയ്യുന്നു. അപ്പോൾ മറ്റ് വിഷയങ്ങളെക്കുറിച്ച് ആദ്യം ചിന്തിച്ചിരിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ അനുവദിക്കുന്നില്ല, വിടണില്ല. മനസ്സിനെ നമ്മൾ തന്നെ ദൈവീക കർമ്മങ്ങളിലേക്ക് കെട്ടിയിടുകയാണല്ലേ. അപ്പോൾ മനസ്സ് കൂടുതൽ 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 സുന്ദരമായിട്ട്, ലളിതമായിട്ട്, ഒരു എന്താ പറയുക, ഒരു ചിത്രശലഭത്തെ പോലെ അല്ലെങ്കിൽ ഒരു കാറ്റാടിയെ പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്, ഒരു കനമില്ലാതെ മനസ്സ്. അത്രയും ഒരു ശാന്തതയും ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. അങ്ങനെ എന്താ പറഞ്ഞ, അപ്പോൾ പ്രകൃതി പുരുഷ തത്വം ഇപ്രകാരം ഉറങ്ങിക്കെടുക്കുന്നവൻ ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ ഉറക്കത്തിൽ പേടിച്ചു, പക്ഷെ അതേ സ്വപ്നം ഉണർന്നപ്പോൾ അവന് മനസ്സിലായി എന്തിനാ ഞാൻ പേടിച്ചേ, അത് സ്വപ്നമാണ്, യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞ പോലെ ഈ മനസ്സ് മായയാണ് അനക്കുന്നത് എന്ന് ചിന്തിക്കാതെ ഈ നമ്മളുടേതായ ഈ സാത്വിക ചിന്തയിലും രാജസിക ചിന്തയിലും താമസിക ചിന്തയിലും മുഴുകി ഇങ്ങനെ അതല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ ദേഷ്യം വന്നു, വിഷമിച്ചു, ദുഃഖിച്ചു, ആനന്ദിച്ചു, ഇതൊക്കെ അനുഭവിച്ചിരിക്കണം മനസ്സ്. നമ്മൾ ഈ അറിവ് കിട്ടിയപ്പോൾ ആ എന്താ പറയുക, വിദിത തത്വസ്യ, അത് പ്രകൃതിയാണ് ആ മനസ്സിനെ ഇങ്ങനെ ചലിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് ആ പ്രകൃതിയിലേക്ക് തന്നെ ആ സമർപ്പിച്ച മനസ്സിനെ ചലിപ്പിക്കുന്ന ശക്തിയും അവിടെ നിന്ന് തന്നെ എന്ന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പുരുഷ പ്രകൃതി തത്വം, ഞാൻ എന്നാൽ ഇതല്ല, ആത്മാവാണ്, ഈ ശരീരവും മനസ്സും ബുദ്ധിയും പ്രകൃതിയും ഒന്നല്ല, ഞാൻ ആത്മാവാണ്, ആ അവബോധമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ
ആ പുരുഷനും പ്രകൃതിയും എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ പതുക്കെ പതുക്കെ മനസ്സ് ഇതിൽ നിന്നൊക്കെ വിട്ട്, അപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ് മായയിൽ കിടക്കുമ്പോൾ. അപ്പം നമ്മുടെ മനസ്സ് സുഖവും ദുഃഖവും സങ്കടവും ഭയവും ഒക്കെ അനുഭവിക്കുന്നു, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് പോലെ. എന്നാൽ ഉണർന്നു കഴിഞ്ഞാൽ അത് ഒരു യഥാർത്ഥമല്ല എന്ന് മനസ്സിലാവുന്നത് പോലെ പ്രകൃതിയാണ് ചലിപ്പിക്കുന്നത് എന്നും പുരുഷൻ അവബോധമാണ്, നോളജാണ്, അറിവാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ ഉണർന്നവനെ പോലെയായി. അപ്പോൾ അവന് ഭയമില്ല. കാരണം ശരീരവും മനസ്സും ബുദ്ധിയും ചലിക്കുന്നത് പ്രകൃതി ശക്തിയുടെ സ്വാധീനത്താലാണ്. ഞാൻ ഇതിലാൽ ഈ സ്വാധീനത്തിൽ ഇല്ല എന്ന് തിരിച്ചറിയുന്നതോടുകൂടി, ഇതൊന്നും യഥാർത്ഥമല്ല എന്നറിയുന്നതോടുകൂടി അവന് ഭയമില്ല. അങ്ങനെ മനസ്സ് എന്നിലേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആത്മാവിൽ രമിച്ചൊരു ആനന്ദം അനുഭവിക്കുന്നു. അതോടെ ആ മനസ്സിന് പിന്നെ ദുഃഖമുണ്ടാകുന്നില്ല. ശ്ലോകം 27. യഥാ ഏവം അധ്യാത്മരഥഃ കാലേന ബഹുജന്മന സർവത്ര ജാത വൈരാഗ്യ ആ ബ്രഹ്മഭുവനാത് മുനിഃ. യഥാ ഏവം എപ്പോഴാണ് ഏവം ഇപ്രകാരം അധ്യാത്മരഥഃ ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകുന്നത്, കാലേന ഒരുപാട് കാലം എന്ന് കേട്ടാ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. ഒരുപാട് കാലം ഇങ്ങനെയുള്ള ആധ്യാത്മിക പരിശീലനത്തിൽ നിങ്ങൾ എപ്പോഴാണോ മുഴുകുന്നത്, ബഹുജന്മന ഒരുപാട് ജന്മജന്മാന്തരത്തിലെ കർമ്മ പ്രാരാബ്ദങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങളുടെ തോൾ സഞ്ചിയിൽ കിടക്കുന്നുണ്ട്. നമ്മൾ എടുത്ത മുൻ ജന്മത്തിലൊക്കെ എടുത്ത ശരീരത്തിൽ ചെയ്തു കൂട്ടിയ പ്രാരാബ്ദങ്ങൾ തോൾ സഞ്ചിയിൽ കെടുത്ത് അതും ഏറ്റി വന്നിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ മായയിൽ പെടുന്നത്. ആ പ്രാരാബ്ദങ്ങൾ അനുഭവിക്കാൻ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ സത്വഗുണിയായിട്ടോ രജോ ഗുണിയായിട്ടോ തമോ ഗുണിയായിട്ടാണല്ലോ ജനിക്കുക. കൂടുതൽ ഏതിൻ്റെ അളവാണോ കൂടെ നിൽക്കുന്നത് അതായിരിക്കും നമ്മുടെ മനസ്സ്, അതായിരിക്കും നമ്മുടെ ചിന്ത. അത് ജന്മനാ കിട്ടുന്നതാ പ്രകൃതിദത്തമായിട്ട്. കാരണം അതിന് മുൻജന്മവുമായിട്ടാണ് കണക്ഷൻ. ആ പ്രാരാബ്ദങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് തമോ ഗുണത്തോടോ രജോ ഗുണത്തോടോ സത്വഗുണത്തോടോ കൂടി ജനിക്കുന്നത്. അപ്പോൾ മുൻജന്മത്തിലെ പ്രാരാബ്ദങ്ങൾ, അതാണ് പറയുന്നത് ബഹുജന്മന, നിരവധി ജന്മങ്ങളിലെ പ്രാരാബ്ദങ്ങൾ ഏറ്റുവാങ്ങി വന്ന നിങ്ങൾ എപ്പോഴാണോ ഇപ്രകാരം കുറേ കാലം ആധ്യാത്മികമായ പരിശീലനത്തിന് സാധനയിൽ മുഴുകി ജീവിക്കുന്നത്, കൂടുതൽ സമയവും മനസ്സിനെ ആധ്യാത്മിക പരിശീലന കർമ്മങ്ങളിലേക്ക് വെച്ചിട്ട് ജീവിക്കുന്നത്, അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? ആ ബ്രഹ്മഭുവന എന്ന് വെച്ചാൽ ആ ബ്രഹ്മഭുവനം, ബ്രഹ്മാവിൻ്റെ ലോകം ഏതാ? ബ്രഹ്മലോകം. ആ സത്യലോകം മുതലുള്ള സർവത്ര ഈ 14 ലോകങ്ങളിൽ, സ്വർലോകം, സത്യലോകം, മഹർലോകം, ഏത് ലോകത്തിലെ സുഖ സൗകര്യത്തിനോടും ജാത വൈരാഗ്യം, ഒരു വൈരാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. വൈരാഗ്യം ഉണ്ടാവാന്ന് വെച്ചാൽ വിരക്തി, സുഖങ്ങൾ വേണ്ട, ഒരു ലോകത്തിൻ്റെ സുഖ സൗകര്യവും നമുക്ക് വേണ്ട, ഒന്നിനോടും മമതയില്ലാത്ത അവസ്ഥ വരുന്നു. ജാത വൈരാഗ്യം എന്ന് വെച്ചാൽ വൈരാഗ്യം ഉണ്ടാകുന്നു. സത്യലോകത്ത് പോലും എത്തി ജീവിക്കണമെന്നുള്ള, അവിടുത്തെ സുഖം പോലും അനുഭവിക്കണം, സ്വർലോകത്തിലെ സുഖം അനുഭവിക്കണം എന്നൊന്നും ഒരു ലോകത്തിൻ്റെ സൗഭാഗ്യവും കാണിച്ച് നിങ്ങളുടെ മനസ്സിനെ പിന്നെ മോഹിപ്പിക്കാൻ പറ്റില്ല എന്നൊന്നും. അതാണ് പറയുന്നത്. അത്രയും പ്രാരാബ്ദങ്ങൾ, ഒരുപാട് ജന്മത്തെ പ്രാരാബ്ദങ്ങൾ കൊണ്ടുവന്ന മനസ്സാണ് നിങ്ങളുടെ. അതുകൊണ്ടാണ് ആ ത്രിഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണത്തോടു കൂടി ഇരിക്കുന്നത്. പക്ഷേ ആ മനസ്സിനെ തിരിച്ചു പിടിക്കാനായി ഒരുപാട് വർഷങ്ങളുടെ ഈ ആധ്യാത്മിക സാധനയിൽ നിങ്ങൾ മുഴുകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ മനസ്സ് വിരക്തമാവുന്നു. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ 14 ലോകത്തിനോടും വിരക്തിയ, ബ്രഹ്മലോകത്തിൻ്റെ സുഖം പോലും വേണ്ട, അതിനോട് പോലും വിരക്തി വരുന്ന ഒരവസ്ഥ വന്ന മുനി. അങ്ങനെയുള്ള ഒരു മുനി, അപ്പം മുനി എന്ന് പറഞ്ഞാൽ കാവ്യവസ്ത്രം ധരിക്കുന്നവനല്ല, മനസ്സ് അങ്ങനെയാകുന്ന ഒരു മുനി. ആ വ്യക്തി 28-29 ശ്ലോകം. മദ്ഭക്ത പ്രതിബുദ്ധാർത്ഥ മത്പ്രസാദേന ഭൂയസ നിശ്രേയസം സ്വസംസ്ഥാനം കൈവല്യാക്യം മതാശ്രയം എന്ന് വെച്ചാൽ, അങ്ങനെ മുനിയായിട്ടുള്ള മദ്ഭക്ത, എൻ്റെ ഭക്തൻ, മത്പ്രസാദേന ഭൂയസ, മത്പ്രസാദേന എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയിട്ട്, പ്രതിബുദ്ധാർത്ഥ എന്ന് വെച്ചാൽ ആ ആത്മാവിനെ, യഥാർത്ഥ അവബോധത്തെ സാക്ഷാത്കരിക്കുന്നു. ഞാൻ അവബോധമാണ്, ആത്മാവാണ്, എനിക്ക് ഈ ശരീരവും മനസ്സും ബുദ്ധിയും പ്രകൃതിയുമായിട്ട് ബന്ധമില്ല, ഞാൻ അതിൽ നിന്നും പൂർണ്ണ സ്വതന്ത്രനായ ആത്മാവാണ് എന്നുള്ള സാക്ഷാത്കാരം നേടിയിട്ട് മതാശ്രയം, ആ പരമാത്മാവുണ്ടല്ലോ, മത് എന്നെ ആശ്രയിച്ചുകൊണ്ട് കൈവല്യം എന്നു പേരുള്ള, കൈവല്യാക്യം എന്ന് വെച്ചാൽ കൈവല്യം എന്നു പേരുള്ള സ്വസംസ്ഥാനം, എൻ്റെ സ്വന്തം പരമസ്ഥാനമായിട്ടുള്ള നിശ്രേയസം, ആ പരിപൂർണമായ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തുന്നു. പരമാത്മാവിലേക്ക് ആ ആത്മാവ് എത്തുന്നു.
ഞാൻ ഇതിൽ പെട്ട് കിടക്കുന്നവനല്ല എന്ന് പൂർണ്ണമായും തിരിച്ചറിയുന്നതോടെ ആ ഭക്തൻ എൻ്റെ എല്ലാവിധ അനുഗ്രഹത്തോടും കൂടി ആത്മാവാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്നതിനെയാണ് ആത്മാവിനെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത്. ഇത്രയും നാൾ ആത്മാവ് ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിച്ചിട്ടേ ഇരുന്നിരുന്നേ, ഞാനാണ് ചലിക്കുന്നത് എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞ് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ആ ആത്മാവ് ആ ഭഗവാന്റെ ആശ്രയിച്ചിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ പ്രതിബിംബമായ ആത്മാവ് കൈവല്യം എന്ന് പേരുള്ള എൻ്റെ പരമപദമായ പൂർണ്ണമായ ലക്ഷ്യത്തിലേക്ക് പരമാത്മാവിലേക്ക് ലയിക്കുന്നു എന്ന്. അപ്പം കൈവല്യം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കേവലമായത് എന്ന് വെച്ചാൽ ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്നത് എന്നർത്ഥം. പരമാത്മാവ് എന്തിനെങ്കിലും ആശ്രയിച്ചിട്ടാണോ നിൽക്കുന്നത്? ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഈ പറഞ്ഞില്ലേ നമ്മൾ, ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു മണോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമായിട്ട് നമുക്ക് സാദൃശ്യപ്പെടുത്താൻ പറ്റുന്നതല്ലല്ലോ പരമാത്മാവ്. അതൊരു അവബോധമാണ്. അപ്പോൾ അതിനെ ഒന്നിനോടും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതിന് ജനനവും ഇല്ല, മരണവും ഇല്ല. അത് ശാശ്വതമാണ്, നിത്യമാണ്. അതുകൊണ്ടാണ് അതിനെ കൈവല്യം, ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്നത് എന്നർത്ഥത്തിൽ. അങ്ങനെയുള്ള ആ പരിപൂർണതമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്നിട്ട് പറയാണ്, അങ്ങനെ സ്വദൃശ പ്രാപ്നോതി ഇഹ അഞ്ജസാ ധീര സുദൃശ ചിഹ്ന സംശയ യത് ഗത്വാന നിവർത്തേത യോഗി ലിംഗാത് വിനിർഗമേ. പ്രാപ്നോതി എന്ന് വെച്ചാൽ പ്രാപിക്കുന്നു, നേടുന്നു. ഇഹ ഈ ജന്മത്തിൽ തന്നെ അഞ്ജസ വളരെ എളുപ്പത്തിൽ അവൻ ആ പൂർണ്ണതയെ പ്രാപിക്കുന്നു. ധീരനായിട്ടുള്ള സ്വദൃശ ചിഹ്ന സംശയ. സ്വദൃശ സ്വയം കണ്ടു എന്ന് മനസ്സിലായില്ലേ? സ്വയം ആ മനസ്സുകൊണ്ട് താൻ ആരാണെന്ന് ദർശിച്ചപ്പോൾ, കണ്ടപ്പോൾ ചിഹ്ന സംശയ, എല്ലാ സംശയങ്ങളും തീർന്നു. പിന്നെ ഒരു സംശയവും ഇല്ല. മനസ്സിലായ? സ്വയം ആ മനസ്സാൽ ഞാൻ ആരാണെന്ന് കണ്ടപ്പോൾ, ഇത്ര നാളും മനസ്സുകൊണ്ട് ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് ഞാൻ അതല്ല, അത് പ്രകൃതിയാണ് എന്നും ഞാൻ ആത്മാവാണെന്നും തിരിച്ചറിഞ്ഞതോടുകൂടി എല്ലാ സംശയങ്ങളും തീർന്ന് ഏതൊരു ഗത്വ പരമമായ ഗതിയെ പ്രാപിച്ചുവോ ന നിവർത്തതേ, പിന്നീട് ഒരിക്കലും ഈ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു വരുന്നില്ല യോഗി. അങ്ങനെ ധീരനായ യോഗി ലിംഗാത് വിനിർഗമേ, ലിംഗാത് ഈ ലിംഗരൂപത്തിലുള്ള ശരീരങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് പോയിട്ടെന്ന്. അതായത് സ്ഥൂല ശരീരം, സൂക്ഷ്മരൂപ ശരീരം, കാരണശരീരം, ഈ 3 വിധത്തിലുള്ള കാരണശരീരത്തിലാണ് ജീവാത്മാവ് ഇരിക്കുന്നത്. ആ ശരീരത്തെയും പൊട്ടിച്ച് ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിച്ചു. അപ്പോൾ ഈ 3 വിധത്തിലുള്ള ശരീരത്തിൽ നിന്നും വിനിർഗമേ പുറത്തേക്ക് പോയിട്ട് പിന്നീട് ഒരിക്കലും വരാത്ത രീതിയിൽ ആ യദ്ഗത്വ ആ പരമഗതിയിലേക്ക് ലയിച്ചു ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനം എവിടെ നിന്നാണ് തുടങ്ങിയത്? മനസ്സിനെ പരിശുദ്ധമാക്കുന്ന അനേക വർഷത്തെ പരിശീലനത്തിലൂടെ മുൻജന്മ പ്രാരാബ്ദങ്ങളൊക്കെ ദഹിപ്പിച്ച് കളഞ്ഞിട്ട് ആ മനസ്സ് ശുദ്ധീകരിച്ചപ്പോൾ, ഭഗവാനിലേക്ക് മനസ്സ് ഉറപ്പിച്ചപ്പോൾ, ആത്മാവിൽ ഉറച്ച മനസ്സായി തീർന്നപ്പോൾ, ആത്മാവ് അവിടെ ചലിക്കുന്നത് പ്രകൃതിയാണെന്നും ശരീരവും മനസ്സും ബുദ്ധിയും പ്രകൃതിയാണെന്നും തിരിച്ചറിഞ്ഞ് ഞാൻ അതല്ല ആത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അഹങ്കാരം കെട്ട് അവബോധം പ്രകാശിച്ചു. ഞാൻ ആത്മാവ് അവബോധമാണെന്ന് പ്രകാശിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മഹത്തത്വത്തിലേക്ക് എത്തിയെന്ന്. അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ശരീരത്തിലൊക്കെ എത്തിയിരിക്കണം. നമ്മൾ തിരിച്ച് നേരെ അഹങ്കാരവും പൊട്ടിച്ച് മഹത്തത്വത്തിലേക്ക് എത്തി, അവബോധത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് അവിടെ നിന്നും ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി അവിടെ നിന്നും പരമാത്മാവിലേക്ക് ലയിക്കാൻ. അതാണ് പറഞ്ഞത്, ആ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ഞാൻ ആ പരമാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് ആ പരിപൂർണതയിലേക്ക് ലയിക്കുന്നു. അതോടുകൂടി ആത്മാവാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി എല്ലാ സംശയങ്ങളും പോകുന്നു. അങ്ങനെ 3 ശരീരത്തിൽ നിന്നും വേറിട്ട് അതങ്ങനെ പരമാത്മാവിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. അതാണ് പറഞ്ഞത്. ഇനി ശ്ലോകം 30. യഥാന യോഗ ഉപചിതാസു ചേതോ മായാസു സിദ്ധസ്യ വിഷജ്ജതേ അംഗ അനന്യഹേതുഷു അധ മേ ഗതി സ്യാത് ആത്യന്തികി യത്ര ന മൃത്യുഹാസഹ. അതായത് എന്നിട്ട് അവസാനം
കപില മഹർഷി ഒരു ഉപദേശം കൊടുക്കുകയാണ് കേട്ടോ. യഥാ എപ്പോഴാണോ യോഗ ഉപചിതാസു എന്ന് വെച്ചാൽ ഇങ്ങനെ ആധ്യാത്മികമായ സാധനയിൽ മുഴുകുക എന്ന് പറയില്ലേ, നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ആത്മീയമായ സാധനയിൽ മുഴുകി ജീവിക്കുന്ന ആ കാലം, അതാണ് യോഗ ഉപചിതാസു. ആ സമയത്ത് ചേതഹ ഒരുവൻ്റെ മനസ്സ് മായയിൽ പെട്ടുപോകുന്നു പരിശീലിക്കുന്ന കാലത്ത്. ആ ആത്മീയമായ പരിശീലനത്തിൽ മുഴുകി ജീവിക്കുന്ന സമയത്ത് മായ പരമാവധി അവിടെ നിന്ന് പിടിച്ച്, മായയ്ക്കറിയാം ഈ മനസ്സ് പോകുന്നത് അപ്പോൾ മുക്തിയിലേക്കാണ് പോകുന്നത്. മുക്തി എന്ന് പറഞ്ഞാൽ പുരുഷൻ പ്രകൃതിയിൽ നിന്നും മുക്തനാവാനാണ് പോകുന്നത് എന്ന്. അപ്പം മായ പരമാവധി ഇതിലേക്ക് പിടിച്ചിടാനായിട്ട് കുറേ കളികൾ കളിക്കും മായ. ആ പരിശീലന കാലഘട്ടത്തിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി മനസ്സ് ഭഗവാനിലേക്ക് ലയിപ്പിക്കാൻ അനുവദിക്കാതെ അതിനൊക്കെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പല പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടാക്കും. പിന്നെ അതുമാത്രമല്ല, ഈ പരിശീലിക്കുന്ന കാലത്ത് കുറേ എന്തെങ്കിലുമൊക്കെ സിദ്ധികൾ, എന്തെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ കഴിയുക, അല്ലെങ്കിൽ പല പല വിധത്തിലുള്ള ഈ ഈശ്വരീയമായ ചെറിയ ചെറിയ കഴിവുകളൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ ഒരു സിദ്ധൻ്റെ ചേതഹ മനസ്സ് വിഷജ്ജതേ അതിലൊന്നും പെട്ടുപോവാതിരിക്കണം. മനസ്സിലായ? അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പോയി, മനസ്സ് കുടുങ്ങി, മായയിൽ കുടുങ്ങി. ആ പരിശീലന കാലത്ത് ഒരുപാട് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. പല പല സിദ്ധികളും, അല്ലെങ്കിൽ പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള ആളായല്ലോ, എവിടെ ആയിട്ടില്ലേ, ഇവിടെ പരിശീലനം തുടങ്ങിയിട്ടുള്ളൂ മനസ്സിനെ, അതാണ്. പക്ഷേ ലോകത്തിന് അതറിയില്ലല്ലോ. ആളുകൾ ഇങ്ങനെ ഭയങ്കര ബഹുമാനിക്കുന്ന രീതിയിലൊക്കെ പെരുമാറും. അപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് ആദരവ് കിട്ടുമ്പോൾ എന്തോ ഒരു ആദരവിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ മായയിൽപ്പെട്ടു. അപ്പോൾ ആ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ധ്യാനം, അതുപോലെ സത്സംഗം നിത്യവും കേൾക്കുക, അതുപോലെ നമ്മുടെ ദൈവികമായ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച് അതൊരു തപസ്സായിട്ട് എടുക്കുക, അതുപോലെ ക്ഷേത്ര ദർശനം, സത്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുക, എല്ലാവരോടും കാരുണ്യവും മൈത്രീഭാവവും ഉള്ളവരായിരിക്കുക, കളങ്കമില്ലാത്ത മനസ്സോടുകൂടി ഇരിക്കുക, വായ കൊണ്ട് നമ്മൾ നാക്കുകൊണ്ട് ആരെയും ഒരു ദുഷിച്ചു പറയാതിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ പരിശീലിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ മനസ്സ് പ്രവർത്തിച്ചു പോകുന്നത് ആത്മാവിലേക്കാണെന്ന് അറിയുമ്പോൾ മായ ഇങ്ങോട്ട് പിടിച്ചു വലിക്കാൻ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ആ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാക്കും. നമുക്ക് നാമം ജപിക്കാൻ ഇരിക്കാൻ പറ്റാണ്ടാക്കുക, അല്ലെങ്കിൽ വീടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, രോഗങ്ങൾ വരുത്തുക, പലതരത്തിലും പിടിച്ചിടാൻ മായ കളിക്കും. അല്ലെങ്കിൽ കുറേ സിദ്ധികൾ തരിക, അല്ലെങ്കിൽ കുറേ ആൾക്കാരെ നമുക്ക് കുറേ ആദരവും ബഹുമാനമൊക്കെ തരാൻ നമ്മുടെ അടുത്തേക്ക് ആൾക്കാരെ പറഞ്ഞേക്കും. അപ്പം നമ്മളതിന് പെട്ടുപോകും. അപ്പോൾ എന്തൊക്കെയോ ആദരവ് കിട്ടാൻ, ആൾക്കാരാൽ മാനിക്കപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പിന്നെ ഇത് ചെയ്യാം. അപ്പോൾ അതാണ് പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മനസ്സ് പെടുത്താൻ ശ്രമിച്ചാൽ ഒരു സിദ്ധൻ അതിലൊന്നും പെട്ടുപോകുന്നില്ലെങ്കിൽ അങ്ക എന്ന് വിളിക്കുന്നത് ഇവിടെ കപില വാസുദേവൻ അമ്മയെ വിളിക്കാനല്ലയോ മാതാവേ, അങ്ങനെ പെട്ടുപോവാതിരുന്നാൽ അനന്യഹേതുഷു മറ്റൊരു കാരണവും കൂടാതെ തന്നെ അധഹ പിന്നീട് ആത്യന്തികമായ മേ ഗതി, എൻ്റെ ആ പരമമായ ഗതിയെ അവൻ സ്യാദ് നേടുന്നു. അതോടൊപ്പം ഏതൊന്നാണോ മൃത്യുഹാസ മൃത്യുവിൻ്റെ പുഞ്ചിരി അത് അവനെ ബാധിക്കില്ല എന്ന് വെച്ചാൽ മരണഭയം അതോടെ അവന് ഇല്ലാതാവുകയും ചെയ്യുന്നു. അപ്പോൾ അതും ഒരു പോയിൻ്റായിട്ട് അവസാനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള അനർത്ഥങ്ങളും, കുറേ ബഹുമാനം, കുറേ ആദരവ്, കുറേ ആൾക്കാർ നമ്മളെ അങ്ങോട്ട് പൊക്കി വെച്ചിട്ടൊക്കെ പറയല്, കുറേ വലിയ സ്പിരിച്വലായിട്ടുള്ള ആളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആളുകൾ നമ്മളോട് പെരുമാറുക, അല്ലെങ്കിൽ കുറേ സിദ്ധികളൊക്കെ നമുക്ക് കൈവരിക. അപ്പം നമ്മൾ ഞാൻ എന്തോ വലിയൊരാളായി എന്നൊക്കെ തെറ്റിദ്ധരിക്കും. മനസ്സിലായോ? ആ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി നമ്മളിവിടെ പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ അഹം വന്നു. മനസ്സിലായില്ലേ? മനസ്സിൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയൊക്കെ മായ അല്ലെങ്കിൽ കുറേ സങ്കടങ്ങൾ അങ്ങോട്ട് കൊടുന്നേരും. സങ്കടങ്ങൾ കൊടുന്നേരുമ്പം നാമം ജപിക്കാൻ തോന്നില്ല, പ്രാർത്ഥിക്കാതിരിക്കാൻ തോന്നില്ല, സത്സംഗങ്ങളിരിക്കാൻ തോന്നില്ല. അപ്പോൾ ഒക്കെ മനസ്സ് പോയി ആ വിഷയങ്ങളിൽ പെട്ടു. അതാണ് അതിന് കുറേ മനസ്സ് ആ ഈശ്വരകർമ്മത്തിൽ മുഴുകിയിരിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് മായ ഇട്ട് തരുമ്പോൾ ഒരു സിദ്ധൻ്റെ മനസ്സ് അതിലൊന്നും പെട്ടുപോവാതിരുന്നാൽ രക്ഷപ്പെട്ടു. അപ്പോൾ മറ്റൊരു കാരണവും കൂടാതെ തന്നെ അവൻ വളരെ നിഷ്പ്രയാസം ആ ജന്മത്തിൽ തന്നെ ആ ആത്യന്തികമായ
ഉന്നതമായ പരമഗതിയെ പ്രാപിക്കുന്നു. പിന്നീട് മരണം അവനെ ബാധിക്കുന്നില്ല എന്ന് വെച്ചാൽ മരണഭയം പിന്നെ മൃത്യുവിന് പിന്നെ അവനിൽ ഒന്നും ചെയ്യാനില്ല എന്നാണ്. കാരണം ആത്മാവിന് മരണമില്ലല്ലോ. ആത്മാവ് സാക്ഷാത്കരിച്ചു, ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ മരണമില്ല. ആത്മാവിന് മരണമില്ലാത്ത പോലെ അവൻ മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു എന്നർത്ഥം. അതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.